നമസ്കാരം. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ധൂർത്ത് നടത്തിയ ജനപ്രതിനിധി പിണറായി വിജയനാണെന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. 2022 ചികിത്സയ്ക്കെന്ന് പറഞ്ഞ് അമേരിക്കയിലേക്ക് വിമാനം കയറിയ പിണറായി വിജയൻ 13 ദിവസങ്ങൾ അവിടെ എന്തു ചെയ്യുകയായിരുന്നു എന്നുള്ള കാര്യം ഇന്നും ആർക്കും അറിയില്ല, അത് അജ്ഞാതമാണ്. പിണറായി വിജയന്റെ രോഗത്തെക്കുറിച്ച് അന്ന് പല സംശയങ്ങളും ഉയർന്നെങ്കിലും ഒരു മറുപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, മറ്റൊരാളുടെ രോഗാവസ്ഥയെപ്പോലും ചോദ്യം ചെയ്യുന്ന മനുഷ്യത്വമില്ലാത്തവരെന്ന ഇടതു സൈബറിടങ്ങളിലെ അന്തം കമ്മികൾ ചോദ്യങ്ങൾ ഉന്നയിച്ചവരെ അധിക്ഷേപിക്കുകയും ചെയ്തു. എന്നാൽ പിണറായി വിജയന്റെ രോഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി പുറത്തു വന്നിരിക്കുന്നു എന്നാണ് പൊതുപ്രവർത്തകനായ അഡ്വക്കേറ്റ് KM ഷാജഹാൻ വെളിപ്പെടുത്തുന്നത്. പുറത്തു വന്ന വിവരമനുസരിച്ച് പിണറായി വിജയന് BPH അഥവാ ബെനിൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലാസിയ എന്ന അസുഖമാണ്. പേര് കേൾക്കുമ്പോൾ എന്തോ മാരകമായ അസുഖമാണെന്നൊക്കെ തോന്നുമെങ്കിലും ഇത് അമേരിക്കയിൽ പോയി കോടികൾ മുടക്കി ചികിത്സിക്കാൻ തക്ക വിധമുള്ള മാരകമായ ഒന്നല്ല. എന്താണ് ബെനിൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലാസിയ? നോക്കാം. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലുതാകുന്ന ഒരവസ്ഥയാണിത്. എന്നാൽ ഇത് ക്യാൻസർ അല്ല. 50 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരിൽ ഈ അവസ്ഥ സർവ്വസാധാരണമാണ്. 50 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരിൽ കാണപ്പെടുന്ന ഏറ്റവും സാധാരണമായ യൂറോളജി പ്രശ്നങ്ങളിൽ ഒന്നാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസർ അല്ലാത്ത വലുതാകൽ. മൂത്രമൊഴിക്കാനുള്ള ബുദ്ധിമുട്ടും ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുന്നതും രാത്രിയിൽ കൂടുതൽ തവണ മൂത്രമൊഴിക്കുന്നതും മൂത്രസഞ്ചി പൂർണ്ണമായും കാലിയാകുന്നില്ല എന്ന തോന്നലുമൊക്കെയാണ് BPHന്റെ ലക്ഷണങ്ങൾ. ഇതിൻ്റെ ചികിത്സ കേരളത്തിൽ ചെയ്യാവുന്നതേയുള്ളൂ. അപ്പോളോ അട്ലക്സ് ഹോസ്പിറ്റൽ, തിരുവനന്തപുരത്തെ PRS, GG, SUT, നെയ്യാറ്റിൻകര നിംസ്, കൊച്ചി അമൃത, ആസ്റ്റർ മെഡിസിറ്റി, കോട്ടയം കാരിത്താസ്, കോഴിക്കോട് ബേബി മെമ്മോറിയൽ, രാജഗിരി, അങ്ങനെ എത്രയോ സ്വകാര്യ ആശുപത്രികളിൽ തന്നെ BPHന് ചികിത്സയുണ്ട്. മെഡിക്കൽ കോളേജുകളിലും ഇതിനുള്ള ചികിത്സ ലഭ്യമാണ്. എന്നാൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഈ അസുഖത്തിന് അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ ചികിത്സിച്ചതിന് ചിലവായത് 72,09,482 രൂപയാണ്. ആദ്യത്തെ തവണ 29,82,039 രൂപയും രണ്ടാമത്തെ തവണ 42,27,443 രൂപയും. ഇതുകൂടാതെ 2022 ഏപ്രിൽ മുതൽ ഡിസംബർ വരെ തിരുവനന്തപുരം ലെജിസ്ലേറ്റീവ് ഹോസ്റ്റൽ ഹെൽത്ത് ക്ലിനിക്കിൽ പിണറായി വിജയന്റെ ഭാര്യ കമലയുടെ ചികിത്സയ്ക്ക് 47,769 രൂപയും പിണറായിക്ക് 28,646 രൂപയും ചിലവായി. ചുരുങ്ങിയ ചിലവിൽ നിസ്സാരമായി കേരളത്തിൽ ചെയ്യേണ്ടിയിരുന്ന ചികിത്സയ്ക്കാണ് 1 കോടിയോളം രൂപ മുടക്കി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോയത്. പക്ഷേ ആ 13 ദിവസങ്ങൾ ഇന്നും അജ്ഞാതമാണ്.